നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കാർഡ് കയറി പറയാതെ അവിടെ എറോബിക് റെസ്പിറേഷൻ നടക്കുന്നില്ല, കോംപ്രമൈസ്ഡ് ആണ്, അപ്പോഴായിരിക്കും എന്ത് സംഭവിക്കണത്. ഇപ്പോൾ സെപ്സിസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കഥ പറഞ്ഞ് പോവാതെ ഇപ്പൊ ഇതുപോലെ തന്നെ കറക്റ്റ് പ്രോപ്പർ പോയിന്റ് പറയുകയാണെങ്കിൽ പേഷ്യന്റ് എന്തൊക്കെയാ കൊടുക്കുക? Fluids, oxygen, fluids, antibiotics and oxygen. ആന്റിബയോട്ടിക്സ് ആൻഡ് ഓക്സിജൻ. സിമ്പിൾ അല്ലേ? കഴിഞ്ഞില്ലേ? ആ 6 പോയിന്റ്സ് നിങ്ങൾ കവർ ചെയ്തു, ഇത്രയും സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ കവർ ചെയ്തു, പ്രോപ്പർ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് നിങ്ങൾ കവർ ചെയ്തു, ഫൈൻ, കഴിഞ്ഞു സംഭവം. ഹൗ ഡു യു സസ്പെക്ട് എ പേഷ്യന്റ് ഇസ് ഹാവിംഗ് അല്ലെങ്കിൽ ഗോയിങ് ത്രൂ സെപ്സിസ്? ഹൗ ഡു യു സസ്പെക്ട്? Patient is having high temperature. High temperature. Signs of infection may be there. Then? Short of that. Okay. Discomfort and severe pain. Mental decline. Mental decline, okay, very good. Pinna. And patient is extremely ill. Okay, extreme illness ഉണ്ടായിരിക്കും. പിന്നെ BP fall down. BP fall down. High respiratory rate and heart rate. High respiratory and high heart rate ഉണ്ടായിരിക്കും. Okay, so you got a patient in the ward and you are suspecting that the patient is having sepsis. What you will be doing or what will be your primary actions? If patients have breathing difficulty, we will provide oxygen. Then we will check the urine output of the patient. Okay. Then if doctor order antibiotics, we will provide antibiotics to prevent infection. Okay, very good. And we will send the blood culture, blood lactate level, everything to find out the reason. Find out the reason. Why do you look for the lactate? What's the reason? I don't know, sir. Okay, that's fine. Then anything else you will be doing for that patient, Varsha? So you have managed the patient. So what else you can do for the patient, or as in your nursing process, what else you will do? Vital signs I will check. Very good. ABCD assessment. Very good. A to B assessment. Very good. Assessment. Intake output chart. Intake output chart. Yeah, you will maintain the intake output chart. Then, in case of any emergency, call for help. Call for help. Okay, fine. And at the end of the at the end of your care, what you will be finishing? How you will be finishing it? Monitor everything and document everything. Nursing document everything. Okay. And if needed, what you can do? If needed, you can escalate to doctor. Escalate to doctor or nurse in charge എന്നുള്ള കാര്യം നമുക്ക് പറയാം ലാസ്റ്റ് ആയിട്ട് അല്ലേ? എന്തായാലും ഓക്കെ, വെരി ഗുഡ്. നല്ല ട്രൈ ആയിരുന്നു കേട്ടോ വർഷ, നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ പോയിന്റ്സ് വന്നു. പിന്നെ നമുക്കിത് പറയുമ്പോൾ നമുക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ട്രൈ ആയിരുന്നു വർഷം. എന്തായാലും പറഞ്ഞു വർഷം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും വന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കാർഡ് കയറി പറയാതെ ഒരു പ്രോപ്പർ വേയിൽ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മതി, നമുക്ക് കറക്റ്റ് കിട്ടും. ഇപ്പോൾ സെപ്സിസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കഥ പറഞ്ഞ് പോവാതെ ഇപ്പം ഇതുപോലെ തന്നെ കറക്റ്റ് പ്രോപ്പർ പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ഓക്കെ, ആ 6 പോയിന്റ്സ് നിങ്ങൾ കവർ ചെയ്തു, ഇത്രയും സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ കവർ ചെയ്തു, പ്രോപ്പർ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് നിങ്ങൾ കവർ ചെയ്തു, ഫൈൻ, കഴിഞ്ഞു സംഭവം. അത്രയുള്ള സംഭവം. പിന്നെ റെപ്പറ്റീഷൻ വരാതെ നോക്കുക, ക്ലിയർ ടു ഡയറക്റ്റ് ടു ദ പോയിന്റ്, സ്പെസിഫിക് ആയിട്ട് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുക. അപ്പം ഞാൻ കുറച്ച് ന്യൂമോണിംസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തുകൊണ്ടാണ് സെപ്സിസ്, അല്ലെ എന്താണ് സെപ്സിസ് എന്നാണ് ഞാൻ ആദ്യം വർഷമെടുത്ത് ചോദിച്ചത് അല്ലേ മെയിനായിട്ട്. അപ്പോൾ എന്താണ് സെപ്സിസ് എന്ന് പറയുന്നത്? സെപ്സിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് കോംപ്ലിക്കേഷൻ. അതൊരു ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷേ ഇറ്റ് ഇസ് എ സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷൻ്റെ സീരിയസ് കോംപ്ലിക്കേഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. ആൻഡ് സെപ്സിസ് എന്തിലോട്ട് ലീഡ് ചെയ്യാം, അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തിലോട്ട് പോവാം? ഇറ്റ് ക്യാൻ ലീഡ് ടു മൾട്ടി ഓർഗാൻ ഫെയിലിയറിലോട്ട് പോവാം ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഡെത്ത്. ഓക്കെ, മൾട്ടി ഓർഗാൻ ഫെയിലിയറിലോട്ടും പോവാം ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഡെത്ത് വരെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഈ സെപ്സിസിനുണ്ട്. ആൻഡ് എന്തുകൊണ്ട് ഇത് ഇത്രയും റെലവെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ മന്ത്ലി നമ്മൾ സെപ്സിസ് വീക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ട് ഇവിടെ നമ്മൾ നോക്കാറുണ്ട് സെപ്സിസ് വീക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെപ്സിസ് വീക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റാഫോ പേഷ്യൻ്റെ ഇടയിലോ ഒക്കെ
ഭയങ്കരമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതലാണ് സെപ്സിസിന്റെ കാര്യം. റീസൺ എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും തന്നെ സെപ്സിസ് എന്ന് പറയുന്ന അറൗണ്ട് ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മോർ ദാൻ 37,000 ഡെത്തോ അല്ലെങ്കിൽ ഒരു 1 lakh ഹോസ്പിറ്റൽ അഡ്മിഷൻസോ ഇൻ ദ UK ഇൻ ഈച്ച് ഇയർ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പം ഇതിലും കൂടുതലായിരിക്കും നമ്പേഴ്സ്. എന്തായാലും അത് മാക്സിമം കൺട്രോളിൽ അല്ലെങ്കിൽ ഒരു ലോ ലെവലിലോട്ട് എത്തിക്കാനാണ് നോക്കണേ. സോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സെപ്സിസ് റെസ്പോൺസ് വെൽ ടു ഏർലി ഇന്റർവെൻഷൻ. ഓക്കെ, എന്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റെസ്പോൺസീവ് ആയിരിക്കും പേഷ്യൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും. അതുപോലെ തന്നെ 1 മണിക്കൂറിൻ്റെ ഡിലേ വരികയാണെങ്കിൽ, കുറച്ച് നേരത്തെ ഡിലേ വരികയാണെങ്കിലും അത് മോർട്ടാലിറ്റി റേറ്റ് 8% വരെ കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സെപ്സിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ബിക്കോസ് അതിൻ്റെ ഒരു റേഷ്യോ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സെപ്സിസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് സെപ്സിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണം ഒരു ടോപ്പിക്കായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു സെപ്സിസ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സസ്പെക്ട് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആ പേഷ്യൻ്റ് സെപ്സിസ് ആണെന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് മാനേജ്മെന്റ്, നിങ്ങളുടെ ലെവൽ ഓഫ് കെയറിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആ പേഷ്യൻ്റ് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു ന്യൂമോണിയമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട സൈൻസ് ആൻഡ് സിംറ്റംസിന് വേണ്ടിയിട്ട് ടൈം എന്ന് ആലോചിക്കാം. ഓക്കെ, ടൈമിൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, ടൈം ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഐ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, എം എന്ന് പറയുന്നത് മെന്റൽ ഡിക്ലൈൻ ആൻഡ് ഇ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇല്ലാണെന്ന് ആലോചിക്കുക. അപ്പോൾ സൈൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കാൻ ഇത് എളുപ്പമാണ്, ടൈം മാത്രം ആലോചിക്കുക. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈപ്പർ തെർമിക്കോ ആവാം, ഹൈപ്പോ തെർമിക്കിലോട്ടോ പോവാം. ഓക്കെ, സിവിയർ ടെമ്പറേച്ചർ ആവാം, ഹൈപ്പറും ആവാം, ഹൈപ്പോയിലോട്ടും പോകാം. ഹൈപ്പോയിലോട്ടൊക്കെ പോകുമ്പോഴാണ് പേഷ്യൻ്റ് ഭയങ്കര ഷിവറിങ്, ഹൈപ്പറിൽ പോയാലും ഷിവറിങ് ഉണ്ടാവാം, അങ്ങനെ വരാം എന്തായാലും. പിന്നെ ഇൻഫെക്ഷൻസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾക്ക് അറിയാം അല്ലേ, മെയിനായിട്ട് ടക്കീപ്നി ഉണ്ടാവാം, ടക്കികാർഡി ഉണ്ടാവാം, പേഷ്യന് റാഷസ് ഉണ്ടാവാം, പുറത്തൊക്കെ പെയിൻ ഉണ്ടാവാം, അത് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന്റെ കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മെയിനായിട്ട് ടക്കികാർഡിയ, ടക്കീപ്നിയ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം, റാഷസിന്റെ കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എം എന്താ, ടൈമിനകത്ത് മെന്റൽ ഡിക്ലൈൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് സംഭവിക്കും, പേഷ്യൻ്റ് സെപ്സിസ് വരുന്ന സമയത്തേക്ക് പേഷ്യൻറ്റിന് കൺഫ്യൂഷനിലേക്കോ അല്ലെങ്കിൽ പേഷ്യൻ്റ് സ്ലീപ്പി ആയിട്ടോ, ഡ്രൗസി ആയിട്ടോ, ഡിസോറിയൻറ്റഡ് ആയിട്ടോ, ഇൻകൊഹറൻ്റ് ആയിട്ടോ പേഷ്യൻ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, 2-3 പോയിന്റ് ആലോചിച്ച് വെച്ചാൽ മതി. പേഷ്യൻ്റ് ഡിസോറിയൻറ്റഡ് ആവാം അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം പേഷ്യൻ്റ് ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് പേഷ്യൻ്റ് അടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ആയിരിക്കും, സോ യു ആർ അറ്റൻഡിങ് എ new admissions in the emergency department. So while you are talking to the patient, you think the patient is confused and patient alert alla bhayangara confused aanu ningalku manasilai, and you see that the patient's temperature is allaying patient is hyperthermic aanennulla karyam manasilai, and patient is tachycardic. Okay, tachycardic aanennulla manasilai. അതുപോലെ തന്നെ പേഷ്യൻ്റെ സാച്ചുറേഷൻസ് 90-ൽ താഴെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കൺഫേം ആക്കാം, അല്ലെങ്കിൽ എന്ത് സസ്പെക്ട് ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സെപ്സിസ് നിങ്ങൾ സസ്പെക്ട് ചെയ്തു. ഓക്കെ, ഇനി അതിൽ വരുന്ന ഒരു കാര്യമാണ്, ലാസ്റ്റത്തെ കാര്യം എക്സ്ട്രീംലി ഇല്ലായിരിക്കും പേഷ്യൻ്റ് ടൈമിനകത്തുള്ള ഇ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീംലി ഇല്ലെന്ന് വെച്ചാൽ അതിനകത്ത് എന്തൊക്കെ വരാം, സിവിയർ പെയിൻ ഉണ്ടാവാം പേഷ്യൻറ്റിന്, അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ലാക്ടേറ്റ് നോക്കുന്ന കാര്യം, അത് നമുക്ക് താഴേക്ക് വരുന്ന സമയം ഞാൻ പറഞ്ഞുതരാം എന്താണ് ലാക്ടേറ്റിൻ്റെ റീസൺ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റ് ഷോർട്ട് ഓഫ് ബ്രത്ത് ഉണ്ടാവാം, ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവും പേഷ്യൻറ്റ്, അതുപോലെ സിവിയർ പെയിൻ ഉണ്ടായിരിക്കാം പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ടൈം എന്നുള്ളൊരു സംഭവം മനസ്സിലായല്ലോ, സൈൻസ് ആൻഡ് സിംറ്റംസ്. അപ്പോൾ ഇതിനകത്ത് ഇൻഫെക്ഷനകത്ത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വർഷ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും പേഷ്യൻറ്റിന്. ഒന്നും കൂടെ ജസ്റ്റ് പറയാം എല്ലാ കാര്യങ്ങളും. ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ഉണ്ടായിരിക്കും, അത് ഇൻഫെക്ഷൻസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ലോ ബ്ലഡ് പ്രഷർ ഉണ്ടായിരിക്കാം, ഫീവർ അല്ലെങ്കിൽ ഹൈപ്പോ തെർമിക് ആയിരിക്കാം പേഷ്യൻറ്റ്, ചിലപ്പോൾ ഷേക്കിംഗ് ഓർ ചിൽസ് ഉണ്ടാവാം, വാം അല്ലെങ്കിൽ ക്ലാമി സ്കിൻ ആയിരിക്കാം, കൺഫ്യൂഷനോ ഡിസോറിയൻറ്റേഷനോ പേഷ്യൻ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഷോർട്ട് ഓഫ് ബ്രത്ത് ആയിരിക്കാം പേഷ്യൻറ്റ്, സെപ്സിസ് റാഷ് ഉണ്ടായിരിക്കാം പേഷ്യൻറ്റിന്, എക്സ്ട്രീം പെയിൻ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട്. അപ്പോൾ ടൈം എന്നുള്ള കാര്യം ആലോചിക്കുക, അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക എന്താണെങ്കിലും. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ ഓൾവേസ് ബെറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും കാര്യം, ടെമ്പറേച്ചർ നിങ്ങൾ ഓർക്കും, ഇൻഫെക്ഷൻ നിങ്ങൾ ഓർക്കും, ഇൻഫെക്ഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആലോചിച്ചാൽ മതി. മെന്റൽ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡ്രൗസിങ് കൺഫ്യൂഷൻ ആയിരിക്കും പേഷ്യൻറ്റ്. ദെൻ ഈ എക്സ്ട്രീമിൽ എന്ന് പറയുമ്പോൾ എന്തായാലും സിവിയർ പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രത്തും കാര്യങ്ങളെല്ലാം അതിനകത്ത് ആലോചിക്കുക എന്തായാലും. ഓക്കെ, ക്ലിയർ ആണോ സൈൻസ് ആൻഡ് സിംറ്റംസിനെ പറ്റിയിട്ട്? ഓക്കെ ആണോ? Okay, sir. ടൈം ആലോചിക്കാൻ ഈസി അല്ലേ? Yes, sir. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് തെറ്റിക്കാതിരിക്കാനും അല്ലെങ്കിൽ ആ പ്രോപ്പർ പോയിന്റ്സ് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ന്യൂമോണിയം പറഞ്ഞത് കേട്ടോ. ഇനി നമ്മുടെ മാനേജ്മെന്റ്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് സസ്പെക്റ്റഡ് പേഷ്യന്റ് വന്നു കഴിഞ്ഞു എന്ന് വെച്ചോ. ഓക്കെ, സസ്പെക്റ്റഡ് പേഷ്യന്റ് വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ പേഷ്യന്റിനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പം നഴ്സിംഗ് ഇന്റർവെൻഷനിൽ നമ്മൾ നോക്കുന്നത് മെയിനായിട്ട്, നിങ്ങൾ ഒരുപാട് പേര് ചാറ്റ് ബോക്സിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അപ്പോൾ അതിനകത്ത് 6 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത്. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബഫല്ലോ എന്നുള്ള രീതിയിൽ ഒരു ന്യൂമോണിയമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ബഫല്ലോ ഒരുപാട് 2-3 പേര് അതിനകത്ത് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ ആലോചിക്കാൻ. അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ആലോചിച്ചാലും മതി. എന്താ നിങ്ങൾ 3 പേഷ്യന്റിന് കൊടുക്കുന്നു, 3 പേഷ്യന്റിൽ നിന്ന് എടുക്കുന്നു എന്നും ആലോചിക്കാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ഒരു കാൻഡിഡേറ്റിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാൻഡിഡേറ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. സംഭവം എനിക്ക് നല്ലതായിട്ട് തോന്നി. എപ്പോഴും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഒന്ന് ബഫല്ലോ നിങ്ങൾക്ക് ആലോചിക്കാം, ഇത് നഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ 3 പേഷ്യന്റിന് കൊടുക്കുന്നു, 3 പേഷ്യന്റിനെ തിരിച്ചെടുക്കുന്നു എന്ന് ആലോചിക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും 3 പേഷ്യന്റ് നിങ്ങൾ പേഷ്യന്റിൽ നിന്ന് എടുക്കുന്നത്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് പേഷ്യന്റ് അടുത്തുനിന്ന് എന്തൊക്കെയായിരിക്കും? blood culture, ആ lactate, ആ duodenum, യൂറിൻ ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ പേഷ്യന്റ് അടുത്ത് നിർത്തി. ഇനി പേഷ്യന്റ് എന്തൊക്കെയാ കൊടുക്കുക? fluids, ആ oxygen, ആന്റിബയോട്ടിക്സ് ആൻഡ് ഓക്സിജൻ. സിമ്പിൾ അല്ലേ? കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ബഫല്ലോ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ബഫല്ലോയുടെ പ്രോപ്പർ സ്പെല്ലിംഗ് അല്ല, 6 ലെറ്ററേ ഉള്ളൂ. നമുക്ക് 6 സെപ്സിസ് ബണ്ടിലാണ്. അപ്പോൾ 6 മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ബഫല്ലോയുടെ ബി എന്ന് പറയുന്നത് ബ്ലഡ് കൾച്ചർ ആണ്, യൂറിൻ ഔട്ട്പുട്ട് ആണ് യു എന്ന് പറയുന്നത്, ഫ്ലൂയിഡ്സ് എഫ് ആണ്, ആന്റിബയോട്ടിക്സ് ആണ് എ എന്ന് പറയുന്നത്, ലാക്ടേറ്റ് ആണ് എൽ എന്ന് പറയുന്നത്, ദെൻ ഓക്സിജൻ ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. ബ്ലഡ് കൾച്ചർ എന്താ നമ്മൾ ബ്ലഡ് കൾച്ചറിൽ ചെയ്യുക? സിംഗിൾ സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ Identify the organism. ഐഡന്റിഫൈ ദ ഓർഗാനിസം ആണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ before starting any antibiotics. ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് മുന്നേ അല്ല, നമ്മൾ ബ്ലഡ് കൾച്ചർ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും കേട്ടോ. ബ്ലഡ് കൾച്ചർ വന്നതിന് ശേഷം നമ്മൾ ഓർഗാനിസത്തിനെ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലഡ് കൾച്ചർ എടുക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ബ്ലഡ് കൾച്ചർ എടുത്താലും എടുത്തില്ല, എടുക്കണം ഉറപ്പായിട്ടും. അതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ആന്റിബയോട്ടിക്സ് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കും കേട്ടോ. അതിനുശേഷം കൾച്ചർ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഏതാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ. പിന്നെ വേറെ ബ്ലഡ് കൾച്ചറിൽ പിന്നെ എന്താ ഉള്ളത്? നമ്മൾ ലൈക്ക് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ എടുക്കാറുണ്ട്, 2 സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ എടുക്കാറുണ്ട്. അപ്പൊ എന്താണ് സിംഗിൾ സെറ്റ്, 2 സെറ്റ് എന്താണ്? ഇവിടെ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യാം? Two set aerobic and anaerobic. 2 സെറ്റ് എയറോബിക് ആൻഡ് അനോറോബിക്. എന്തിനാ 2 സെറ്റ് എടുക്കാൻ കാരണം? Do you know which type of Drugs, പറഞ്ഞു drug കേട്ടില്ല. resistant, drug, ഉം. which, ഡ്രഗ് റെസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? Do you know the organism? അതായത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ആ ഓർഗാനിസത്തിനെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് ബ്ലഡ് കിട്ടുന്നില്ല എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ ഐഡിയൽ എന്ന് പറയുന്നത്, ഐഡിയൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ 2 കയ്യിൽ നിന്ന്, 2 മാറിയുള്ള 2 ലെഫ്റ്റ് ആമിൽ നിന്നും റൈറ്റ് ആമിൽ നിന്നും തന്നെ നമ്മൾ ബ്ലഡ് എടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓർഗാനിസം കുറച്ചും കൂടെ സിംപ്ലർ ആയിരിക്കും. കാര്യം സർക്കുലേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കോംപ്ലക്സ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് സർക്കുലേഷൻ. അപ്പോൾ ഒരു കയ്യിൽ നിന്ന് എടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റെടുത്തു നിന്ന് എടുക്കുന്ന സമയത്ത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രോപ്പർ, അതായത് ആ ഓർഗാനിസത്തിനെ നമുക്ക് എത്രയും വേഗം ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കണം ഇതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ 2 സെറ്റ് ഓഫ് മൈക്രോബിയൽ കൾച്ചർ സാമ്പിൾ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അനോറോബിക് ആണോ എയറോബിക് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഏതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ 2 സെറ്റ് എടുക്കാൻ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ചാൻസസ് കൂടാൻ വേണ്ടിയിട്ടാണ്. കിട്ടാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും 2 സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓൾവേസ് എന്തായാലും. ഓക്കെ. പിന്നെ ഇപ്പൊ നമുക്ക് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തന്നെ എടുത്താൽ മതിയായിരിക്കും, എന്തായാലും ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് കൾച്ചർ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഒരിക്കലും. പിന്നെ യൂറിൻ ഔട്ട്പുട്ട് എന്താ, മിക്കവാറും പേഷ്യന്റിനെ നമ്മൾ കത്തീഡ്രൈസ് ചെയ്യുമായിരിക്കും. പേഷ്യന്റ് അത്രയും ഡിസ്കംഫർട്ടും ഇതിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇൻടേക്ക് ഔട്ട്പുട്ട് നോക്കണം. കാര്യം ഫ്ലൂയിഡ്സ് നമ്മൾ ഈ പേഷ്യന്റ് ഒരുപാട് കൊടുക്കേണ്ടി വരും. പേഷ്യന്റ് ഹൈപ്പോവോളിമിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻടേക്ക് ഔട്ട്പുട്ട് അറിഞ്ഞേ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം പറയാം ഇതിന്റെ കൂടെ തന്നെ. പിന്നെ ആന്റിബയോട്ടിക്സ്, ഇവിടെ നമ്മൾ നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാസോസിൻ എന്ന് പറയുന്ന ഡ്രഗാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പിപ്റ്റാസ് ഒക്കെ കേട്ടിട്ടില്ലേ? പിപ്രാസലിൻ, ടാസോബാക്ടം, അതല്ല നമ്മൾ കൊടുക്കണേ. പക്ഷെ അതിനകത്തുള്ള ടാസോബാക്ടം അല്ലെങ്കിൽ ടാസോസിൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പലയിടത്തും പല രീതിയിലായിരിക്കും. പിന്നെ ലാക്ടേറ്റ്, എന്തിനാ ലാക്ടേറ്റ് നോക്കണേ? ലാക്ടേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും? High ആയിരിക്കും, കൂടുതലായിരിക്കും. ഹൈ ആവണേ? എന്തുകൊണ്ട് ഹൈ? വൈ ഇറ്റ് ഈസ് ഹൈ? Anaerobic respiration, lactic acidosis.
അനേറോബിക് റെസ്പിറേഷൻ, വെരി ഗുഡ്. അത് തന്നെ, അനേറോബിക് റെസ്പിറേഷൻ ഉണ്ടാകുന്നതാണ് മെയിൻ ആയിട്ട്. കാര്യം എന്താ? വെരി ഗുഡ്, നല്ല ആൻസർ കേട്ടോ. കാര്യം എന്താ, അവിടെ എയറോബിക് റെസ്പിറേഷൻ നടക്കണില്ലല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ആണ്, അപ്പോൾ അതിൻ്റെ ഓക്സിജൻ ഡിപ്രൈവ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റബോളിസത്തിലുള്ള എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് ക്ലിയർ ആയിട്ട് നടക്കണില്ല. നടന്നാലേ ആ എയറോബിക് റെസ്പിറേഷൻ എന്നുള്ള സംഭവം അവിടെ ഉണ്ടാവുന്നുള്ളൂ, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കുമ്പോൾ അനറോബിക് ആയിട്ടുള്ള എന്താ മെറ്റബോളിസം നടക്കുകയും അതിൻ്റെ പ്രോഡക്റ്റ് ആണ്, എൻ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ലാക്ടേറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മീൻസ് അവിടെ പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ട് ഓക്സിജൻ എക്സ്ചേഞ്ച് ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷനും സെപ്സിസിന്റെ പ്രോഗ്രഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രോഗ്രഷനും കൂടെ മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ന് പറയുന്നത് ലാക്ടേറ്റ്. അപ്പോൾ അതെപ്പോഴും ഹൈ ലെവലിൽ തന്നെ ആയിരിക്കും. നമ്മൾ മാനേജ് ചെയ്ത് പേഷ്യൻറ്റിന് നമ്മൾ ഓക്സിജനും കൊടുത്ത് ഫ്ലൂയിഡും കൊടുത്ത് ഈ ലാക്ടേറ്റിനെ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് ഓക്സിജനും കൊടുത്ത് പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കി വന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ലാക്ടേറ്റ് നോക്കുമ്പോൾ നേരത്തെ ഹൈ ആയിരുന്ന ലാക്ടേറ്റ് താഴേക്ക് പോകാനായിട്ട് തുടങ്ങും. ഒരു ക്ലിയർ ഇൻഡിക്കേറ്റർ ആണ് ലാക്ടേറ്റ് എന്ന് പറയുന്നത്. അനറോബിക് റെസ്പിറേഷൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് ലാക്ടേറ്റ്, മറന്നു പോകരുത് കേട്ടോ. അവിടെ എറോബിക് റെസ്പിറേഷൻ നടക്കുന്നില്ല, കോംപ്രമൈസ്ഡ് ആണ്. അപ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? അനറോബിക് റെസ്പിറേഷൻ്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് ലാക്ടേറ്റ് ഉണ്ടാവുന്നത് അവിടെ. ഓക്കെ, പിന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ് ആണ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ ഇസ് ക്ലാസ്ഡ് ആസ് എ ഡ്രഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെപ്സിസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം പറഞ്ഞു, എന്തുകൊണ്ടാണ് സെപ്സിസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. അതിന്റെ 6 സെപ്സിസിന്റെ ബണ്ടിലിനെ പറ്റി പറഞ്ഞു, സൈൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞു, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു.